സുഹൃത്തുക്കളെ ജേഡിയാണ്. പാട്ട് പാടിച്ചു നോക്കിയാലോ? വാ, ഒരു പാട്ട് പാടിയാലോ? ആ, ഞാനൊരു പാട്ട് പാടാം. അതിന്റെ ബാക്കി പാടി എപ്പം 100 റുപ്യ തരും. അതൊക്കെ പാടാ. തീരാത്ത ദുഃഖത്തിന്റെ മാറാപ്പുമേന്തിക്കൊണ്ട് അതിന്റെ ബാക്കി നിങ്ങള് പാടുന്നില്ല. നിങ്ങള് പാടുവോ? തീരാത്ത ദുഃഖത്തിന്റെ മാറാപ്പുമേന്തിക്കൊണ്ട് കണ്ണീരിൻ കടലിടുക്കിൽ നീന്തി ഞാൻ തീരാത്ത ദുഃഖത്തിന്റെ തീരത്തെന്നെ എത്തിക്കുമോ സർവാധിനാഥനായ റബ്ബേ, സർവാധിനാഥനായ റബ്ബേ. അടി പോരെ? അടിച്ചില്ലേ? സൂപ്പർ. കൊടുത്തിട്ടോ 100 റുപ്യ. സുഹൃത്തെ, ഒരു ചലഞ്ച് തരട്ടെ. എന്താണ് പറയുക? ഞാൻ പാടുന്ന പാട്ടിന്റെ ബാക്കി പാടിയാ ഇപ്പൊ തരും 100 റുപ്യ. പാട്ട് പഠിക്കാൻ നോക്കട്ടെ, അറിയെങ്കിൽ പാടുവോ? നോക്കട്ടെ. നോക്കണം. മാനസമൈനേ വരൂ, മനസ്സമൈതെങ്കിൽ മധുരം നുള്ളിത്തരും. പാടണം സുഹൃത്തെ, പാടണം സുഹൃത്തെ. മനസ്സമൈലേ വരൂ. പിന്നെ വരി പെട്ടെന്ന് മാനസമൈനെ 2-3 വട്ടം വിളിച്ചെന്നല്ലാണ്ട് പാട്ട് പാടിയിട്ടില്ല. താങ്കൾ തോറ്റിരിക്കുന്നു. പെട്ടെന്ന് ചോദിച്ച പോലെ കിട്ടില്ല. കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം വരുമ്പോ പിടിച്ചാൽ മതി. ഓക്കെ, ഗുഡ് ലക്ക് സുഹൃത്തെ. ചലഞ്ച് തരട്ടെ. ഒന്നുമില്ല, ഞാൻ പാടുന്ന പാട്ടിന്റെ ബാക്കി പാടി എപ്പ തരും 100 റുപ്യ. മാനസമൈനേ വരൂ. പോരട്ടെ? അല്ലാതിക്ക് ഇറങ്ങൂടാ. മാനസമൈനന്റെ ബാക്കി അറിഞ്ഞൂടാത്ത ആൾക്കാരുണ്ടോ? ബാക്കി പാടി. മാനസമൈനേ വരൂ, മധുരം കിള്ളിത്തരൂ. കിള്ളിത്തരൂതല്ല, നുള്ളിത്തരും, അല്ലെങ്കിൽ ഉള്ളിത്തരൂ. എന്തായാലും പാട്ട് പാടാനുള്ള ധൈര്യം കാണിച്ചു. എന്നാലും ഒന്ന് നമ്മ ഉണ്ടാക്കൂട്ട് പാടിയാലോ? മാനസമൈനേ വരൂ, മധുരം നുള്ളി തരൂ, നിന്നരുമ പൂവാടിയിൽ തേടുവതാരോ. ഉണ്ടാക്കും പാടാ അറിവിട. അതേ കൊണ്ട് സംഭവം സൂപ്പറായി. 100 റുപ്യ സമ്മാനമായിട്ട് കൊടുക്കാം. ഓക്കെ, ബൈ. തീറ്റക്ക് വന്ന് തീറ്റക്ക് വന്നു. 100 റുപ്യ കൊടുത്തേക്കൊണ്ട് ആ 100 റുപ്യ മുമ്പ് തീറ്റ വാങ്ങാം. 100 റുപ്യക്കും തീറ്റ ഇങ്ങ എന്താ കിളിയോ? പോയി. അപ്പൊ നമ്മള് 100 എത്തേം കൊണ്ട് കോഴിക്ക് 50 അധികം കിട്ടി. അപ്പൊ ഏതായാലും എല്ലാരും പങ്കെടുക്കുക. ചലഞ്ചുകൾ ഇനിയും വരും. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഗായ്സ്.